വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാലിനിയാണെങ്കിൽ ആ വെള്ളം അതിലേക്ക് അവിടെയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. കുറേ നടന്ന് നോക്കിയതിനൊക്കെ ശേഷമാണ് ആ ഒരു അരുവി അവിടെ കാണുന്നത്. ശാലിനി പെട്ടെന്ന് ഓടിച്ചെന്ന് അരുവിയിൽ ഇങ്ങനെ കുപ്പിയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ മുക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ മറു സൈഡിലേക്ക് നോക്കുമ്പോൾ ഈ കാട്ടാന കൂട്ടത്തെ കാണുന്നുണ്ട്. അന്നേരം ശാലിനി ആകെ പേടിക്കുകയാണ്. എന്നിട്ട് ആ കുപ്പിയും വെള്ളമൊക്കെ അവിടെ ഇട്ടിട്ട് ശാലിനി തിരിഞ്ഞ് ഓടുകയാണ് ചെയ്യുന്നത്. ആന അലർന്ന ഇതൊക്കെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ശാലിനിയിൽ രക്ഷപ്പെടാനെന്നോണം ഓടുകയാണ്. ഓടുമ്പോൾ ചെരുപ്പൊക്കെ ഇങ്ങനെ ഊരി പോകുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ഒരു പാറക്കെട്ടിലൂടെ അപ്പുറത്തേക്ക് കയറുമ്പോൾ കാലിങ്ങനെ സ്ലിപ്പാവുന്നുണ്ട്. എന്താ മരത്തിലേക്ക് ഇങ്ങനെ തലയിടിച്ച് അവിടെ വീണ് ശാലിനിക്ക് അങ്ങ് ബോധമാവുകയാണ് ചെയ്യുന്നത്. അതേസമയം അവിടെ ശിവനാണെങ്കിൽ കുറേ നേരം അങ്ങനെ കിടക്കുമ്പോൾ ബോധം വീഴുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് ശിവൻ എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് അവിടെയൊക്കെ നോക്കി ശാലിനിയെ വിളിക്കുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. അതിനുശേഷം ശിവനാണെങ്കിൽ ഇങ്ങനെ ജീപ്പ് തുറക്കുമ്പോൾ ആ ഒരു സീറ്റിൽ ആ ബാഗ്, ആ ചിതാഭസ്മം അടങ്ങിയ ബാഗ് അവിടെ ഇരിക്കുന്നുണ്ട്. അതിങ്ങനെ ശിവൻ തൊടുമ്പോൾ ശിവന് നെഞ്ചിങ്ങനെ ചെറുതായിട്ട് ആ ഒരു വേദനിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ശിവൻ അവിടെയൊക്കെ അന്വേഷിക്കുകയാണ്. ശാലിനി എന്ന് വിളിച്ചുകൊണ്ട് അവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. കുറച്ച് ദൂരം മുന്നോട്ട് ചെല്ലുമ്പോൾ ശാലിനിയുടെ ചെരുപ്പ് അവിടെ കിടക്കുന്ന കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ കാലിൽ തട്ടുകയാണ്. അങ്ങനെ അത് എടുത്തിട്ട് ശിവനിങ്ങനെ ഓർമ്മിക്കുന്നുണ്ട്. നേരത്തെ എടുത്തിങ്ങനെ മറ്റൊരു ചവിട്ടിയപ്പോൾ അത് ശാലിനിയുടെ ചെരുപ്പാണെന്നുള്ളൊരു ഓർമ്മ വരികയാണ്. അന്നേരം ഇത് ശാലിനിയുടേതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ശിവൻ വീണ്ടും ശാലിനി അന്വേഷിച്ചു അവിടെയൊക്കെ നടക്കുകയാണ്. ഇതേസമയം അവിടെ ആ ഒരു സുസ്മിത താമസിക്കുന്ന ആ ഒരു ആശ്രമത്തിലാണെങ്കിൽ ഉപേന്ദ്രൻ വന്നിറങ്ങുകയാണ്. കാറിലൊക്കെയാണ് വന്ന് ഇറങ്ങുന്നത്. പക്ഷേ ആ പഴയ വേഷം തന്നെയാണ് കാണിക്കുന്നത്. അന്നേരം ആദ്യമേ ജഗദീപിനെ കാണുന്നുണ്ട്. അന്നേരമാണെങ്കിൽ അപ്പോൾ ആശ്രമം മുടിപ്പിക്കാനായിട്ട് ഭാര്യയും ഭർത്താവും കൂടി ഒത്തിറങ്ങിയിരിക്കുകയാണോ എന്നിങ്ങനെ ഉപേന്ദ്രൻ ചോദിക്കുകയാണ്. അന്നേരം ഞാൻ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻചാർജാണെന്ന് പറയുന്നുണ്ട്. അന്നേരം വെട്ടിപ്പിടിക്കാനാവുമ്പോൾ ആ വേണ്ടുന്ന സ്ഥാനമാനങ്ങളൊക്കെ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് ഉപേന്ദ്രൻ കളിയാക്കുന്നുണ്ട്. അന്നേരം എന്തായി വരവിൻ്റെ ഉദ്ദേശം? സ്വാമിയെ കാണാനാണെങ്കിൽ ഇന്ന് നടക്കില്ല എന്ന് പറയുകയാണ്. അന്നേരം സ്വാമിയെ ഞാൻ പിന്നെ ഒരു ദിവസം കണ്ടോളാം എന്ന് പറയുന്നുണ്ട്. അന്നേരം പിന്നെ ആരെ കാണാനാ എന്ന് ചോദിക്കുമ്പോൾ എന്നെ കാണാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുസ്മിത അങ്ങോട്ടത്തേക്ക് വരികയാണ്. സുസ്മിതയുടെ ആ വേഷമൊക്കെ കണ്ടിട്ട് ഉപേന്ദ്രൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ടോ, അപ്പോൾ പഴയ പരിപാടിയായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലേ? ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശാലിനി പഴയ ശാലിനിയൊന്നുമല്ല, ഒരു ജില്ലയൊക്കെ ഭരിച്ച് തഴക്കവും പഴക്കവും ചെന്നതാണ്. അപ്പോൾ ചെന്ന് കയറുന്നതൊക്കെ സൂക്ഷിച്ച് വേണം എന്നൊക്കെ ഇങ്ങനെ വിഗതി പറയുകയാണ്. സുസ്മിത ഒന്നും മിണ്ടുന്നില്ല. ഉപേന്ദ്രൻ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഉപേന്ദ്രൻ പറയുന്നുണ്ട്, യുദ്ധതന്ത്രം എന്തായാലും ഞാനൊന്ന് മാറ്റി പിടിച്ചു. ഇനി എന്തായാലും വെട്ടിപ്പിടിക്കാനൊന്നും ഉദ്ദേശമൊന്നുമില്ല. അത് എന്നെ ഇനി മാസങ്ങൾ എണ്ണി ആയുസടങ്ങാനായിട്ട് മാസങ്ങൾ എണ്ണി കഴിയുന്ന ഞാൻ എന്തിനാണ് അതൊക്കെ പോകുന്നത്? അതുകൊണ്ട് സർവ്വ അപരാധങ്ങളുമൊക്കെ ദൈവത്തോട് ക്ഷമ ചോദിച്ച് മാപ്പ് ചോദിച്ച് ഇങ്ങനെ കഴിയാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അതെൻ്റെ ക്യാൻസർ എന്ന മാരക രോഗമായിട്ട് എന്നെ പിന്തുടരുകയാണ്. ഏത് സമയം മരണം കാത്ത് കഴിയുകയാണ്. അതുകൊണ്ട് ഞാനിനി ഏട്ടനോടൊപ്പം ചെന്ന് എല്ലാത്തിനും മാപ്പ് ചോദിച്ചു. എന്നിട്ട് എപ്പോൾ വേണമെങ്കിലും അവിടെ കയറി ചെല്ലാൻ പറ്റുന്ന ഒരു രീതിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അവിടെയാണ് ഇനി എൻ്റെ ബാക്കി ജീവിതം എന്നൊക്കെ ഉപേന്ദ്രൻ പറയുകയാണ്. അന്നേരം ഇതൊക്കെ ജഗദീപ് അങ്ങോട്ട് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ജഗദീപ് പറയണം, അപ്പോൾ കിട്ടേണ്ട ശിക്ഷയൊക്കെ കിട്ടിയല്ലോ, അതേ സുസ്മിതയെ കണ്ടുപഠിച്ചു. ആയുസ് കുറയുന്നത് കണ്ടില്ലേ? ഇപ്പോഴേ നിർത്തിയാലും നിനക്ക് നിൻ്റെ ആയുസ്സെങ്കിലും ബാക്കി കിട്ടും. അല്ലെങ്കിൽ ഇതേ ഇങ്ങനെ സമയം എണ്ണി കഴിയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് സുസ്മിതയോട് പറയുകയാണ്. നോക്കി കണ്ടുപിടിച്ചാൽ നിനക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ജഗദീപ് അങ്ങ് പോകുന്നുണ്ട്. അന്നേരം പിന്നെ സുസ്മിത ഇങ്ങനെ ഉപേന്ദ്രൻ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ എല്ലാത്തിനും എന്നോട് കൂടെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞത് വെറുതെയാണല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഉപേന്ദ്രൻ എന്തായാലും വെറും വാക്ക് പറയാറില്ല. ഇങ്ങനെ ഒരു രോഗത്തിൻ്റെ പേര് പറഞ്ഞാലല്ലേ എനിക്ക് ആ വീട്ടിലേക്ക് കയറി പറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ എല്ലാത്തിനും കൂടെ ഉണ്ടാകും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അന്നേരം സുസ്മിത നോക്കണം, അപ്പോൾ ഈ പറഞ്ഞതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ശുദ്ധ തട്ടിപ്പാണ്. അല്ലാതെ പിന്നെ എനിക്ക് ആ വീട്ടിലേക്ക് എന്തായാലും കയറി ചെല്ലാനും കഴിയില്ല. എനിക്ക് കൈവിട്ട് പോയതൊക്കെ എനിക്ക് തിരിച്ചെടുക്കുക തന്നെ വേണം. ശാലിനിയുടെ പതനം എനിക്ക് കാണുക തന്നെ വേണം. സത്യഭാമയുടെ കണ്ണുനീര് എൻ്റെ കാൽക്കൽ വീഴണം. പിന്നെ എൻ്റെ ഏട്ടൻ്റെ പട്ടട അതിന് ചിത കൊളുത്താനായിട്ട് എനിക്ക് കഴിഞ്ഞാൽ അതിലും പരം പുണ്യം എനിക്ക് വേറെ ഇല്ല. അതുകൊണ്ട് എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഉപേന്ദ്രൻ കാണിച്ചതൊക്കെ ശുദ്ധ തട്ടിപ്പാണ് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. പക്ഷേ സത്യഭാമയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ രാഘവൻ നായർ ഉപേന്ദ്രനെ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ലാസ്റ്റ് നോട്ടത്തിൽ അത് കാണിക്കുന്നുണ്ട്. അന്നേരം സുസ്മിത പറയുന്നുണ്ട്, ഇപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും പറ്റിയ അവസരം. അവിടെ ഇപ്പോൾ വിഷ്ണു സ്ഥലത്തില്ല, അപ്പോൾ നാഥനില്ല, കളരിയായിട്ട് കിടക്കുകയാണ്. രാജ്യം വിട്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റും. അവിടെ വിഷ്ണു ഇല്ല എന്നുള്ളൊരു ഇതും കൂടി നമുക്ക് അവസരം കൂടി മുതലെടുക്കാനായിട്ട് സാധിക്കും. ഈ സുസ്മിത അതിന് സഹായിക്കുക തന്നെ. ഉപേന്ദ്രൻ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും. സുസ്മിതയുടെ ഈ വേഷവും അതിന് ഉപകരിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ ഞാൻ ഇനി അവരുടെ പതനം കാണാതെ മലേഷ്യയിലേക്കില്ല എന്ന് പറഞ്ഞിട്ട് ഉപേന്ദ്രൻ നിൽക്കണം. അപ്പോൾ വീണ്ടും ഇവർ ശാലിനിക്കെതിരെ ഓരോന്ന് കാണിച്ചു കൂട്ടാനുള്ള ഒരു പുറപ്പാട് തന്നെയാണ് കാണിക്കുന്നതൊക്കെ.
ഈ സമയം അവിടെ ശിവനാണെങ്കിൽ ശാലിനി അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അന്നേരം ശിവന്റെ പിന്നാലെ ഒരാൾ ഇങ്ങനെ നടന്നു വരുന്നത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ശിവന്റെ പുറകെ ചെന്ന് ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ ശിവൻ പെട്ടെന്ന് തന്നെ ആക്രമിക്കാൻ വന്നതാണെന്ന് കരുതി അയാളെ പിടിച്ച് ആദ്യം 2 കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇടിക്കാനായിട്ട് ഓങ്ങുകയാണ്. അന്നേരം ഞാൻ ശത്രുവല്ല എന്ന് പറയുകയാണ്. അന്നേരം നീ എന്തിനാ എൻ്റെ പിന്നാലെ വന്നതെന്ന് ചോദിക്കും. ഞാൻ നീലൻ, പിന്നെ സാറ് അന്വേഷിക്കുന്ന സാറിൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുകയാണ്. അന്നേരം ശിവനിങ്ങനെ ആലോചിക്കുകയാണ്, എൻ്റെ ഭാര്യ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അന്നേരം അതെ, സാറിൻ്റെ ഭാര്യ തന്നെ എൻ്റെ കുടിയിലുണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് ആ സംഭവം അയാൾ പറയുന്നുണ്ട്. അയാളുടെ ഭാര്യയാണെങ്കിൽ ഇങ്ങനെ വിറകൊക്കെ ഇടിച്ചിട്ട് തിരിച്ച് വരുമ്പോൾ ഈ ശാലിനി അവിടെ ബോധം കെട്ട് കിടക്കുന്ന കാണുന്നുണ്ട്. അന്നേരം അമ്മ എന്നും പറഞ്ഞ് ആ സ്ത്രീ, അവർ കാട്ടിൽ താമസിക്കുന്നവർ, അന്നേരം അവരാണെങ്കിൽ പോയിട്ട് ശാലിനി ഇങ്ങനെ തട്ടി വിളിക്കുന്നുണ്ട്. അന്നേരം ശാലിനിക്ക് ബോധം വീഴുകയാണ്. എന്നിട്ട് എന്താ പറ്റിയെന്ന് ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം ശാലിനി അവരുടെ ആ കാട്ടിലൊരു വീട്, അതിലേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അന്നേരം ശിവൻ പറയുന്നുണ്ട്, ശരി, വണ്ടിയിൽ എൻ്റെ ബാഗുണ്ട്, അതെടുക്കണമെന്ന് പറയുകയാണ്. അന്നേരം സാറ് വന്നാട്ടെ, അത് എടുത്തിട്ട് എൻ്റെ കുടിയിലേക്ക് പോകും, ഒരു കുഴപ്പമില്ല, സാറിൻ്റെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ആ ശരിയെന്ന് ഇങ്ങനെ ശിവനെ സമ്മതിച്ചിട്ട് അയാളുടെ കൂടെ പോവുകയാണ്. ഇതേസമയം അവിടെ മാണിക്കോത്ത് മഹേന്ദ്രനാണെങ്കിൽ ഇവിടെ പോയിട്ട് ആകെ ദേഷ്യത്തിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് നിർമ്മല എന്ന് വിളിക്കുകയാണ്. എന്നിട്ട് നിന്റെ മോളെ വിളിക്കുക എന്ന് പറയുകയാണ്. അന്നേരം എന്താ അവളെ വിളിക്കേണ്ട ആവശ്യം ചോദിക്കുമ്പോൾ നിന്നോട് പറയേണ്ടതാണെങ്കിൽ നിന്നോട് പറയും, അവളോട് പറയേണ്ടതാണെങ്കിൽ അവളോട് പറയും, വിളിക്കുക എന്ന് പറയുകയാണ്. നേരത്തെ ചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നിനക്ക് സന്തോഷം തരുന്ന ഒരു വർത്തമാനമുണ്ട്. അരങ്ങത്തെ വീട്ടുകാർ കല്യാണം ഒഴിഞ്ഞു, വല്ലവൻ്റെയും കൂടി ആടിപ്പാടി നടക്കുന്ന പെണ്ണിനെ അവർക്ക് വേണ്ട എന്നിങ്ങനെ പറഞ്ഞു എന്ന് പറയുകയാണ്. എന്നിട്ട് ചന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. എന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ മഹേന്ദ്രൻ അങ്ങോട്ട് ചന്ദ്രയെക്കുറിച്ചും അവരെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അന്നേരം പക്ഷേ എനിക്കാണെങ്കിൽ ഒരു വാശി, അവർ പോണെങ്കിൽ അങ്ങോട്ട് പൊയ്ക്കോട്ടെ, 2 ആഴ്ച അതിനുള്ളിൽ അവരെക്കാളും വലിയ കൂടിയ കുടുംബക്കാരുമായിട്ട് എൻ്റെ മകളുടെ കല്യാണം ഞാൻ നടത്തും എന്നിങ്ങനെ മഹേന്ദ്രൻ പറയുകയാണ്. അന്നേരം ചന്ദ്ര പറയുന്നുണ്ട്, അച്ഛൻ എനിക്ക് വേറെ കല്യാണമൊന്നും ആലോചിക്കേണ്ട, പ്രകാശനെ അല്ലാതെ വേറെ ആരെയും ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് പറയുകയാണ്. അന്നേരം നിർമ്മലയും പറയുന്നുണ്ട്, അവളുടെ ആഗ്രഹം അതാണെങ്കിൽ അത് നടത്തി കൊടുക്കുക, പിന്നെ ചിലപ്പോൾ അവളുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും ആ വിവാഹം മുടങ്ങിപ്പോയതെന്ന് പറയുകയാണ്. അന്നേരം ഒഴിഞ്ഞതല്ലല്ലോ, ഞാൻ വേണ്ടാന്ന് വെച്ചതല്ലേ, കുറച്ചുകൂടി പണം അങ്ങോട്ട് എറിഞ്ഞതെങ്കിൽ അവർക്ക് പ്രേമകഥയൊന്നും ബാധകമല്ലായിരുന്നു. പക്ഷേ എനിക്കൊരു വാശി, ഞാൻ നല്ല രീതിക്കുള്ള നല്ലൊരു വിവാഹം നടത്തുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ ചന്ദ്രൻ പറയുകയാണ്, അച്ഛൻ്റെ വാശിക്ക് വേണ്ടി എന്നെ ബലിയേടാക്കാൻ പോവുകയാണോ, എനിക്ക് വേറെ വിവാഹം വേണ്ട, എനിക്ക് എൻ്റെ ചേട്ടനുണ്ട്, എൻ്റെ ചേട്ടൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും എന്നിങ്ങനെ പറയുമ്പോൾ മഹേന്ദ്രൻ ദേഷ്യം വരികയാണ്. മഹേന്ദ്രനാണെങ്കിൽ ചന്ദ്രയുടെ കണ്ണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. നിൻ്റെ ഈ ചേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ മകനല്ലേ, എന്നെ തകർക്കാനായിട്ട് നടക്കുന്നവന്, അവൻ വരുന്നെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, എന്നെ വേണ്ടാന്ന് പറഞ്ഞ് പോയല്ലേ, തലതെറിച്ച മക്കൾ 2 പേരും എന്തായാലും നിൻ്റെ കല്യാണം ഞാൻ നടത്തുക തന്നെ ചെയ്യും, അവൻ തടയുന്നെങ്കിലും തടങ്ങട്ടെ, എനിക്കൊന്ന് കാണണമല്ലോ എന്നും പറഞ്ഞിട്ട് ആകെ ദേഷ്യത്തിൽ മഹേന്ദ്രൻ അങ്ങോട്ട് പോവുകയാണ്. ചന്ദ്ര അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. നിർമ്മല ഒന്നും പറയാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അതിനുശേഷം അവിടെ ശിവനാണെങ്കിൽ ശിവനും നീലനും കൂടി വണ്ടിയുടെ അടുത്ത് എത്തുന്നുണ്ട്. എന്നിട്ട് ശിവൻ ഫ്രണ്ട് സീറ്റിൽ നിന്ന് ശാലിനിയുടെ ബാഗ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ശിവൻ്റെ ബാഗും എടുക്കുകയാണ്. എന്നിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അതേസമയം അവിടെ ശാലിനിയാണെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് നീലൻ്റെ ഭാര്യയാണെങ്കിൽ കാലിലെന്തോ ഒരു ചെറിയൊരു ഉളുക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിലിങ്ങനെ എന്തൊക്കെയോ തൈലമൊക്കെ ഇങ്ങനെ പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശാലിനിക്ക് നന്നായിട്ട് വേദനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം വീണപ്പോൾ പറ്റിയതായിരിക്കും, കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് അങ്ങ് നേരെയാവുമെന്നൊക്കെ ഈ സ്ത്രീ സംസാരിക്കുകയാണ്. തമിഴും മലയാളവും കലർന്ന രീതിക്കാണ് സംസാരിക്കുന്നത്. അന്നേരം ഇവിടുത്തെ ഭാഷ ഇങ്ങനെയാണോ എന്നൊക്കെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം പകുതി കൂടുതലും മലയാളികളാണ്, ഞാൻ തമിഴ്നാട്ടുകാരിയാണ്, എന്നെ മലയാളി നീലൻ എന്ന് പറയുന്നത്, ഞാൻ പുരുഷൻ നീലൻ മലയാളിയാണ്, കല്യാണം കഴിച്ച് ഞാൻ 2 സംസാരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം പുരുഷന് ഒരു കുഴപ്പമില്ലാതെ പുരുഷൻ കൊണ്ടുവന്ന് തരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ, പേടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം ശിവനെയും കൊണ്ട് നീലനാണെങ്കിൽ അവരുടെ ആ വീട്ടിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അന്നേരം ചെറിയൊരു കാട്ടിലെ ഒരു വീട്, എൻ്റെ മുറ്റത്ത് നിന്നാണ് ശാലിനിയുടെ കാലിൽ ഇതൊക്കെ ഇങ്ങനെ തൈലമൊക്കെ പരട്ടി കൊടുക്കുന്നത്. അന്നേരമാണെങ്കിൽ ശാലിനി നോക്കുമ്പോൾ ശിവൻ്റെ കയ്യിൽ ആ ബാഗ് 2 ബാഗും കാണുന്നുണ്ട്. ശാലിനി പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ്. അന്നേരം ആ ബാഗ് കണ്ടിട്ടാണ് ശാലിനി എഴുന്നേൽക്കുന്നതൊക്കെ. അന്നേരം ഈ നീലൻ്റെ ഭാര്യ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ പുരുഷൻ കൊണ്ടുവന്ന് തരും, എൻ്റെ പുരുഷന് കാടെല്ലാം വീട് മാതിരിയാണ്, എല്ലാ വഴിയും നന്നായിട്ട് അറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ശാലിനി ഓടിച്ചെന്ന് ശിവൻ്റെ കയ്യിൽ നിന്ന് ആ ബാഗ് വാങ്ങിക്കുകയാണ്. എന്നിട്ട് ഒരു ചിതാഭസ്മം ഉണ്ടോ എന്നിങ്ങനെ നോക്കിയിട്ട് അത് ഉണ്ടിങ്ങനെ സങ്കടപ്പെട്ട് നോക്കിയിട്ട് അതേപോലെ അങ്ങ് ഇരിക്കുകയാണ്. അന്നേരം സാറെന്താ നിൽക്കുന്നത്, ഇരിക്കുമെന്ന് പറയുമ്പോൾ നീലൻ പറയുമ്പോൾ ശിവനും അവിടത്തേക്ക് ഇരിക്കുന്നുണ്ട്. തുടർന്ന് പിന്നെ കാല് ഇങ്ങനെ ശാലിനിയുടെ കാലിങ്ങനെ ശിവൻ കാണുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അപ്പോൾ കാലെന്ത് പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം നീലൻ്റെ ഭാര്യയാണ് ആദ്യം ശാലിനി പറയുന്നുണ്ട് ഓടിയപ്പോൾ വീണതാണ് എന്നുള്ളത്. അന്നേരം എന്തോ കണ്ട് പേടിച്ച് ഓടിയതാണ് എന്നിങ്ങനെ ഇയാൾ പറയുന്നുണ്ട്. അന്നേരം വെള്ളം എടുക്കാനായിട്ട് അരുവിലേക്ക് പോയതാണ്, കാട്ടാനക്കൂട്ടത്തെ കണ്ട് പേടിച്ചു, തിരിഞ്ഞ് ഓടുന്നതിനിടയിൽ ഇവിടെ തലയിടിച്ച് വീണതാണെന്ന് പറയുമ്പോൾ നീലൻ പറയുന്നു
പറയുന്നുണ്ട്, കാണുമ്പോൾ ബോധമില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം പിന്നെ ദാ സാറിൻ്റെ പൊണ്ടാട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ശിവനെ അവിടത്തേക്ക് കൊണ്ടുവരുന്നതൊക്കെ. അതായത് ഇവരിങ്ങനെ പരസ്പരം നോക്കുന്നേ ഉള്ളൂ. എന്നിട്ടാണെങ്കിൽ നീ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ തമിഴ്, നീലൻ്റെ ഭാര്യയുടെ തമിഴ് കലർന്ന ഭാഷയൊക്കെ ആയിട്ട് ഇവർ കുറേ നേരം നോക്കി നിൽക്കുന്നുണ്ട്. അന്നേരം ഇവളുടെ മുമ്പ് കട്ട തമിഴായിരുന്നു, എനിക്ക് പോലും മനസ്സിലാവില്ലായിരുന്നു, ഇവളിവിടെ തേൻ വിൽക്കാനായിട്ട് വന്നതാണ്, പിന്നെ മൊത്തത്തിൽ ഞാനിങ്ങ് എടുത്തു എന്നൊക്കെ അവർ ആ കഥയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഇരിക്കാൻ പറയുകയാണ്. എന്നിട്ട് സാർ ദേ ഈ ചൂട് അങ്ങോട്ട് പൊണ്ടാട്ടിയുടെ കാലിലേക്ക് വെച്ച് കൊടുത്തേ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എന്നിട്ട് ശിവൻ്റെ കയ്യിലേക്ക് ആ പാത്രം വെച്ച് കൊടുക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്, ശിവനും ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് അകത്ത് പോയി അവർക്ക് കുടിക്കാൻ എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ നീലൻ്റെ ഭാര്യ ചക്കര കാപ്പി എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട്. അന്നേരം പിന്നെ നീലം പറയുന്നുണ്ട്, ഈ കാടിനൊരു സത്യമുണ്ട്, അതിൻ്റെ നിയമമൊക്കെ പാലിച്ച് വരുന്നവരെ സംരക്ഷിക്കുക തന്നെ ചെയ്യും, അല്ലാത്തവരെ ആ കാടിനെ അകപ്പെടുത്തും. ആ കാട്ടാനക്കൂട്ടം അവർ ഇവിടെ അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ വെള്ളം കുടിക്കാൻ വരുന്നതാണ്. ഇടയ്ക്ക് എന്തെങ്കിലും കുറുമ്പ് കാട്ടും, നമ്മളത് കാര്യമാക്കേണ്ട. കുറുമ്പ് കാട്ടിയത് ഈ പാട്ട കണ്ടില്ലേ എന്ന് പറഞ്ഞൊരു തകര പാട്ട കാണിക്കുന്നത്, അതിൽ ഇങ്ങനെ 2 കൊട്ട് കൊട്ടിയാൽ മതി, അവരങ്ങ് കടന്നോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് സാറെന്താ നോക്കി നിൽക്കുന്നത്, കാലിലേക്ക് ചൂട് വെച്ച് കൊടുക്കുമെന്ന് പറയുകയാണ്. അന്നേരം ശിവനിങ്ങനെ നോക്കുന്നുണ്ട്, ശാലിനി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇത്രയുമേ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അവർ വിചാരിച്ചിരിക്കുന്നത് ഇവർ ഭാര്യയും ഭർത്താവും എന്നുള്ള രീതിക്കാണ് അവർ സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ. അപ്പോൾ അടുത്ത എപ്പിസോഡിലാണെങ്കിൽ ശാലിനി ആ ഒരു പൂജയ്ക്ക് പോകുന്നതോ കാര്യങ്ങളോ ഒക്കെയാണ്. അപ്പോഴാണ് അവിടെ ശാരദാമ്മയുടെ വീട്ടിലേക്ക് ശാരികയ്ക്ക് അങ്ങനെ ഒരു ആപത്ത് വരുന്നത്. വെള്ളം ഇങ്ങനെ ബക്കറ്റിൽ കൊണ്ടുപോകുന്ന വഴിക്ക് ശാരിക അത് വീഴുകയാണ് ചെയ്യുന്നത്. ശാലിനി ഇവിടെ ആ ഒരു സങ്കടത്തോടെ ആ ഒരു കർമ്മം അവിടെ ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. ഇത്രയുമാണ് പുതിയ വിശേഷം. ഓക്കെ, താങ്ക് യു.